കേരളം ആകെ LDFന്റെ ഒരു തരംഗമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ട് ഞങ്ങൾ ജയിക്കും. അടുത്ത ഭരണം നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് വരും, ഉറപ്പാണ്. വേറൊന്ന് പറയാനുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന സ്ഥാനാർത്ഥിയല്ല. അപ്പോൾ വോട്ട് കച്ചവടമായിരുന്നു ഇവിടെ നടത്തിക്കൊണ്ടിരുന്നു. ഇപ്രാവശ്യം അത് നടക്കത്തില്ല. കാരണം ഈ ജില്ലാ നേതാവായിട്ടുള്ള ഒരു മോദിയൊക്കെ ആയിട്ട് അടുപ്പമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അയാൾ വോട്ട് കച്ചവടം നടത്തത്തില്ലെന്ന് ഒരു ജനങ്ങളുടെ ഒരു പൊതുവായ വികാരവും വിശ്വാസവും ഉണ്ട്. പിന്നെ ഈ സർക്കാരിൻ്റെ ഈ സാധാരണ ജനങ്ങളോട് ഇടപെടുന്ന രീതി, പറയുന്ന വാക്ക് പാലിക്കുക. പെൻഷൻ ഇപ്പം 3000 എന്ന് UDF പറഞ്ഞു. 600 കൊടുക്കാതെ 18 മാസവും മറ്റേത് 28 മാസവും മുടക്കിയത് ഇടതുപക്ഷ സർക്കാർ വന്ന രണ്ടും കൊടുത്തത്. ഇടതുപക്ഷ സർക്കാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരു കുടിശ്ശിക ഇടാതെ ആ മാസത്തെ വരെ കൊടുത്താൽ പോകുന്നത്. സാധാരണ ജനങ്ങളെ സംരക്ഷിക്കാനാണല്ലോ ജനങ്ങൾ. രാജാവ് പ്രജകളെ സംരക്ഷിക്കും. രാജാക്കന്മാരെല്ലാം നല്ല രീതിയിൽ നടക്കും. മന്ത്രിമാർ കാറേ പോകുന്നു, അതെല്ലാം സാധാരണ ജനങ്ങളുടെ ഈ നികുതി പണം അതില്ല, അല്ലാതെ അവരുടെ ആരുടെയും കുടുംബസ്വത്തിൽ നിന്നല്ല. അപ്പോൾ അങ്ങനെ അവർ സുഖമായിട്ട് അവിടെ നമ്മുടെ നാടിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പം ഈ സാധാരണപ്പെട്ട ജനങ്ങൾ എപ്പോഴും ഇടതുപക്ഷ സർക്കാരാണ്. കിടക്കാടമില്ലാത്തതിന് കിടപ്പാടം, പിന്നെ വീടില്ലാത്തവന് വീട്, വീടുമില്ലാത്തതിന് ഭൂമിയും വീടിന് പൈസ. ഇപ്പം വനിതകൾക്ക് വീട്ടുജോലി ചെയ്യുന്ന വനിതകൾക്ക് 60 വയസ്സ് വരെയുള്ളവർക്ക് 100 രൂപ 1000 രൂപ പെൻഷൻ. അത് 2 മാസം ഇപ്പം കഴിഞ്ഞ്. അവരായി ഇപ്പം പറയുന്നത് 600 കൊടുക്കാതെ 28ഉം 18ഉം മാസം ഇട്ടേച്ച് പോയവർ 3000 കൊടുക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ജനം വിശ്വസിക്കും? അപ്പോൾ അത് വിശ്വസിക്കത്തില്ല. പിന്നെ ആളുകളെല്ലാം അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം നടത്തി. ഇനിയും ദാരിദ്ര്യമുള്ളവരെ കൂടെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രവർത്തനമാണ് ഈ സർക്കാർ നടത്തുന്നത്. അപ്പം സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുന്നത് ആരായാലും അവരുടെ കൂടെ ജനങ്ങൾ പോകും. ഒരു കാരണമില്ല, അവർ തമ്മിലടിച്ചോളും. നമ്മുടെ എന്തിനാണ് പറയാൻ നടക്കുന്നത്? UDFന് ഭൂരിപക്ഷം വന്നാലെങ്കിൽ അല്ലാതെ അവർക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റൂ. അഥവാ ഭൂരിപക്ഷം വന്നു പോയാൽ ഇവരെത്ര പേരായിരിക്കും? VD സതീശൻ, K സുധാകരൻ, KC വേണുഗോപാൽ 7-10 ഉടുപ്പ് തയ്ച്ച് വെച്ചിരിക്കുക. പക്ഷേ ഉടുപ്പ് തയ്ക്കുന്നത് സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, ജയിച്ചു കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ആയാൽ മതി. അപ്പം സുധാകരൻ വരെ പറഞ്ഞിട്ടുണ്ട് ഈ UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ സതീശൻ വനവാസത്തിന് പോകുമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ K സുധാകരൻ പറഞ്ഞ് VD സതീശൻ വനവാസത്തിന് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് മെനഞ്ഞാത്ത പേപ്പറിൽ. അപ്പം ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ തിരിച്ചെത്തും. ഉറപ്പാ. 80 സീറ്റ് മുകളിൽ പിടിച്ച് അധികാരത്തിൽ പിണറായി വിജയൻ 3 ഭരിക്കും. സതീശൻ എന്ത് വേണമെങ്കിലും പറയാമല്ലോ. 600 കൊടുക്കാത്ത 3000 കൊടുക്കുന്ന ആദ്യമായി 45 രൂപ തുടങ്ങി, 60 അത് പിന്നെ ഇപ്പം 2000-ലായി. കുടിശ്ശികയില്ല, കുടിശ്ശിക വരെ തീർത്ത് കൊടുത്ത്. വാക്ക് പറഞ്ഞാൽ പാലിക്കുമെന്ന് ജനങ്ങൾ വയ്ക്കും. സ്ഥിരം കള്ളം പറയുന്നവർ ഒരു സത്യം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല.